നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തടസ്സങ്ങൾ നീങ്ങിയതോടെ പരുതൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക്. സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് റെയിൽവേയിലൂടെ അന്തിമ അനുമതി ലഭിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി അറിയിച്ചു. കിഫ്ബി മുഖേന 32.91 കോടി രൂപയാണ് പാല നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. 2021 സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിന് സർക്കാർ ഉത്തരവാകുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹണ ഏജൻസിയായിട്ടുള്ള പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാല നിർമ്മാണം ആരംഭിക്കാനാകുമെന്ന് മന്ത്രി അറിയിച്ചു. നിലവിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലമോ റെയിൽവേ ഗേറ്റോ ഇല്ലാത്തത് നിരവധി മനുഷ്യജീവനുകൾ റെയിൽപാളത്തിൽ പൊലിയാൻ ഇടയാക്കിയിട്ടുണ്ട്. ഉരുളാൻപടിയിൽ ട്രെയിൻ തട്ടി മരിച്ച വാസുവാണ് ഇവിടെ പൊലിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവൻ. സമീപകാലങ്ങളിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 6ലധികം ജീവനുകളാണ് റെയിൽപാളങ്ങളിൽ ട്രെയിൻ തട്ടി അവസാനിച്ചത്. തീവണ്ടികളുടെ പാത മാറ്റുന്ന ട്രെയിൻ ട്രാക്ക് ചേഞ്ചിംഗ് സംവിധാനം അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളുടെ വേഗവും റെയിൽപാളം മുറിച്ചു കടക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ ഇത്തരം ആശങ്കകൾക്കെല്ലാം പരിഹാരമാകും. CCTV ന്യൂസ്, തൃത്താല. തെരുവുനായ ചാടി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഓട്ടോറിക്ഷ കുഴിയിലെ മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ കൂറ്റനാട് സെന്ററിന് സമീപം ആലപ്പറമ്പ് ഭാഗത്തെത്തിയപ്പോൾ തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിൽ വീണു. മരത്തിൽ തട്ടി നിന്നതിനാൽ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓട്ടോറിക്ഷ പുറത്തെടുത്തത്. മലറോഡിൽ നിന്ന് കൂറ്റനാട്ടേക്ക് വരികയായിരുന്ന ഓട്ടോ പെട്ടെന്ന് നായ ചാടിയതിനെ കുറുകെ ചാടിയ അയാൾ പെട്ടെന്ന് വെട്ടിക്കലുണ്ടായത്. ആ വെട്ടിച്ച സ്ഥിതിക്ക് അപ്പുറത്തുള്ള മടത്തിലെ വളപ്പ് എന്ന് പറയുന്ന ഒരു വളപ്പിലേക്ക് 10 അടിയോളം താഴ്ചയുള്ളൊരു കുഴിയിലേക്കാണ് ആ ഓട്ടോ മറിഞ്ഞു. ഒരു മരത്തിൽ തങ്ങിയാണ് ഓട്ടോ നിൽക്കുകയും അതിൻ്റെ പിന്നീട് ഡ്രൈവർ ഒരു ഭാഗ്യം പോലെ അയാൾ അത്രയും ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ താഴ്ച കുഴി കുറച്ചുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. നമ്മളെന്തായാലും അന്ന് അയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. കഴിഞ്ഞ ദിവസം നടന്ന കർഷക സഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു LDF അംഗങ്ങളുടെ പ്രതിഷേധം. LDFനുള്ളിലെ പ്രശ്നങ്ങളാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. വ്യാഴാഴ്ച രാവിലെ ചേർന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലായിരുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യാങ്കളി. യോഗം ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാണിച്ച് LDF അംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. ഇത് കയ്യാങ്കളി വരെ എത്തി. കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ നടന്ന കർഷക സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഭരണസമിതി യോഗ ബഹളത്തിന് പട്ടാമ്പി ബ്ലോക്കിൽ നടന്ന കർഷക സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഭരണസമിതി യോഗം ബഹളത്തിൽ മുങ്ങാൻ ഇടയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്ന സമീപനമാണ് ബ്ലോക്ക് അധികൃതർ കർഷക സഭയിൽ സ്വീകരിച്ചെന്നായിരുന്നു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ ആരോപണം. ഇക്കാര്യം ഭരണസമിതി യോഗം ചർച്ച ചെയ്യണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം. ഇതിന് ഭരണപക്ഷം തയ്യാറാവാത്തതിനാൽ ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ചു. പ്രോട്ടോകോൾ പാലിക്കാൻ ബ്ലോക്ക് ഭരണസമിതി തയ്യാറായില്ലെന്നാണ് ആരോപണം. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളുടെ ഇടതുപക്ഷ
അംഗങ്ങൾ ഇന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുകയുണ്ടായത്. അതിനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം ADA വിളിച്ച കർഷക സഭ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി. അതില് സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ പ്രോട്ടോകോൾ ലംഘനം ADA നടത്തിയിട്ടുണ്ട്. ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇരുത്തി കൃഷി ഓഫീസറായ ഉദ്യോഗസ്ഥനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് ആശംസയ്ക്ക് വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഞങ്ങളിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ കർഷകർ പങ്കെടുത്ത കർഷകരുടെ നിരവധി വിഷയങ്ങള് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ നമ്മുടെ നാട്ടില് ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ആശങ്കകളും അതിനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യാനാണ് ഈ ADA തലത്തിൽ ബ്ലോക്ക് തലത്തിൽ കർഷകരുടെ മഹാസഭയാണ് വിളിച്ചിരുന്നത്. പക്ഷെ അതിനെ വളരെ നിസ്സാരമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടിരുന്നത്. വളരെ ചെറിയ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ വിളിച്ചു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടികളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മുൻഗണന നൽകണമെന്ന പ്രോട്ടോകോൾ ഇല്ലെന്നും അനാവശ്യമായാണ് LDF ജനപ്രതിനിധികൾ ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തിയെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠനും വൈസ് പ്രസിഡന്റ് K റഷീദും വ്യക്തമാക്കി. അജണ്ട ചർച്ച ചെയ്തതിനു ശേഷം ഈ വിഷയം പരിഗണിക്കാമെന്ന് അറിയിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. ഇന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ മാസത്തെ ആദ്യത്തെ യോഗമായിരുന്നു നടന്നിരുന്നു, ബോർഡ് യോഗം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുലിക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പ്രസിഡന്റുമാർ വന്നിട്ട് യോഗത്തിൽ അവരെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീട്ടു നിൽക്കുകയും അപ്പോൾ അജണ്ടയ്ക്ക് ശേഷമാണ് അത് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ അവർ കയറി വന്ന് ഞങ്ങളുടെ രേഖകളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ തട്ടിമാറ്റി അതിക്രമിച്ച് കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ അജണ്ട കീറിക്കളഞ്ഞു. സാധാരണ ഒരു യോഗത്തിൽ അജണ്ടയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവരതിനു മുന്നേ കയറി ഇത്തരത്തിലുള്ളൊരു ആക്രമണമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. നിലവിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രതിപക്ഷ അംഗങ്ങൾ യോഗം അലങ്കോലപ്പെടുത്തി എന്നുള്ളത്. പ്രതിപക്ഷ അംഗങ്ങൾ ഞങ്ങൾ പിന്നെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഇരിക്കുന്നിടത്തേക്ക് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരികയും അതിനു മുമ്പേ അജണ്ട പൊതുവെ ഒരു 7 ദിവസം മുമ്പേ ഇഷ്യൂ ചെയ്തതാണ് നമ്മളുടെ നോട്ടീസ്, ഭരണസമിതി യോഗത്തിന്റെ നോട്ടീസ്. അതിൽ കൃത്യമായി 7ഓളം അജണ്ടകളുണ്ട്. നിലവിൽ ആ അജണ്ടകൾ ചർച്ചകൾക്ക് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ മറ്റു ചർച്ചകൾ നടത്താം. അതിനു മുമ്പേ ഇവർ അജണ്ട ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എണീക്കുകയും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതൊരു അപൂർവമായിട്ടാണ്, അങ്ങനെ ഉണ്ടാവാറില്ല. എന്നിട്ട് പ്രസിഡന്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞ അജണ്ടകൾ ചർച്ച കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിന് നിൽക്കാതെ അവർ ഡാഷിലേക്ക് വരികയും പ്രസിഡന്റിനെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ഞങ്ങളുടെ മൊബൈലുകൾ എടുത്തെറിഞ്ഞു. ഞങ്ങളുടെ പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന കടലാസുകളൊക്കെ വലിച്ചെറിഞ്ഞു. അജണ്ട നോട്ടീസ് കീറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പല രേഖകളും പിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. പട്ടാമ്പി നഗരസഭയുടെ ടൗൺ പ്ലാനിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന ആവശ്യവുമായി UDF രംഗത്ത്. ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ തെറ്റായ പ്രസ്താവനകളാണ് പുറത്തുവിടുന്നതെന്നും നഗരസഭാ കൌൺസിലർമാരായ CA സാജിദ് നാരായണസ്വാമിയും കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയിൽ നടപ്പാക്കുന്ന ടൗൺ പ്ലാനിംഗ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുന്നതിന് പകരം തെറ്റായ പ്രചരണമാണ് നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും UDF ആരോപിച്ചു. അടുത്ത 20 വർഷത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ടൗൺ പ്ലാനിങ്ങിലൂടെ നടപ്പാക്കുന്നത്. ഇത് പലരുടെയും ഭൂമിയെയും സ്വത്തിനെയും ബാധിക്കുന്ന വിഷയമാണ്. പല റോഡുകളും 15 മീറ്ററോളം വീതിയിൽ ഉണ്ടാക്കുക എന്നതും അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പദ്ധതി രൂപരേഖയിൽ വലിയ മാറ്റം ഉണ്ടാകണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്തരം പരാതികൾ നഗരസഭയ്ക്ക് ലഭിച്ച ഉടനെ തന്നെ പരിഭ്രാന്തരായതുപോലെയുള്ള ഒരു പത്രസമ്മേളനമാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ നഗരസഭ തന്നെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന ചില ഭാഗങ്ങൾ ഞങ്ങൾ വായിക്കാം. വീതി വർദ്ധിപ്പിക്കുന്ന റോഡിന് ഇരുവശങ്ങളിലും നിലവിലുള്ള റോഡിന്റെ മധ്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന റോഡ് വീതിയുടെ പകുതിയോട് 3 മീറ്റർ കൂട്ടിയാൽ കിട്ടുന്ന ദൂരം കഴിഞ്ഞ് മാത്രമേ പുതിയ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവര് നിലവിൽ ഒരാളുടെയും ഈ ഭരണസമിതി നിലവിലുള്ള കാലത്ത് ഒരാളുടെയും വീടോ മതിലോ തകർക്കുന്ന അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ
ആ പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കാം. കാരണം അങ്ങനെ ഒരാളുടെ വീടൊന്നും ഒരാൾക്ക് കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നിയമവും കോടതിയും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ഒരാളെയും അനുവദിക്കുകയില്ല. അതേ സമയത്ത് അവർ ഒളിച്ചു വെച്ച ചില വാക്കുകൾ അതിനകത്ത് ഇവിടെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടെ നമുക്ക് കാണാം. അതായത് ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ റോഡുകളുടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ നിലവിലുള്ള നമ്മുടെ നഗരസഭാ പ്ലാനിംഗ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിലൊരു അപകടം, ചില റോഡുകളൊക്കെ നിലവിൽ 3 മീറ്റർ മാത്രമുള്ള റോഡുകൾ ആ റോഡ് 15 മീറ്ററായി വീതി നൽകുന്നു എന്നുള്ളതാണ്, വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 15 മീറ്റർ ആയിട്ട് വീതി വർദ്ധിപ്പിക്കുമ്പോൾ 3 മീറ്റർ കഴിഞ്ഞാൽ ബാക്കിയുള്ള 12 മീറ്റർ വീതിയുണ്ട്. ആ 12 മീറ്റർ റോഡിന് നടുവിൽ നിന്ന് 2 സൈഡിലേക്കും കണക്കാക്കി കഴിഞ്ഞാൽ എത്ര മീറ്റർ വീതിയിൽ ഒരാളുടെ സ്ഥലത്തു നിന്ന്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ജനങ്ങൾക്കിടയിലുണ്ട്. ഇത് ദൂരീകരിക്കാനാണ് അധികൃതർ തയ്യാറാക്കേണ്ടത്. ജനങ്ങളുടെ പരാതികളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. നഗരസഭാ കൗൺസിലർമാരായ CA സാജിദ്, KR നാരായണസ്വാമി, മറ്റു UDF നേതാക്കളും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. നഗരസഭ 2016 കേരള നഗര ഗ്രാമ ആസൂത്രണ ആക്ട് 61 വകുപ്പ് പ്രകാരം മാസ്റ്റർ പ്ലാനിൽ ബാധകമായ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമല്ലാതെ യാതൊരാളും, അതായത് പട്ടാമ്പി താമസിക്കുന്ന ആരാളും സ്വന്തം സ്ഥലം ഏത് വ്യക്തിയാണ് പട്ടാമ്പി നഗരത്തിലെ ഭൂമി വിനിയോഗിക്കുകയോ, അതായത് ഉപയോഗിക്കുക, വിനിയോഗം എന്ന് പറഞ്ഞാൽ വിനിയോഗിക്കുവാനോ ഇടയാക്കുകയോ ഏതെങ്കിലും ഭൂവികസനം നടപ്പാക്കുകയോ ഭൂവിനിയോഗത്തിന് മാറ്റം വരുത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള സെന്റൻസ് ആണ് നഗരസഭയുടെ ആധികാരികമായിട്ട് ആ കരട് റിപ്പോർട്ടുള്ള സെക്രട്ടറി തന്നിട്ടുള്ളതാണ്. നഗരസഭ അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു കെട്ടിടം, ഒരു പാവപ്പെട്ട ഒരു 3 സെന്റ് ഒരു PMI ഒരു വീട് പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലേക്ക് പട്ടാമ്പി നഗരത്തെയും പട്ടാമ്പി നിവാസികളും കൊണ്ടെത്തിക്കണോ എന്നുള്ളതാണ് ചോദ്യം. വികസനം വേണം, ആവശ്യമായ രീതിയിൽ ആവശ്യമായ സ്ഥലത്ത് വേണം. അതാണ് അതായത് പിന്നെ ഇതിന്റെ പേരിൽ ലോൺ എടുക്കാനോ ഈ സ്ഥലം കൈമാറ്റാനോ, ഈ നഗരസഭയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ഥലം അവനവന്റെ വിറ്റ് വേറെ എവിടെയെങ്കിലും താമസം മാറ്റുകയാണെങ്കിൽ ഇത് ഈ ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ട് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറ്റേ ഈ കുറ്റി കേരളയിൽ കുറ്റി പോലെ പിന്നെ അവരത് വിൽക്കാൻ പറ്റില്ല. പട്ടാമ്പിന്റെ സ്ഥലം ഒരു പാവപ്പെട്ടവന് വിറ്റ് തടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഈ സൈറ്റിൽ പോയൊക്കെ അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഇത് ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾക്ക് പ്രയാസങ്ങൾ അവർ പരാതി കൊടുത്തപ്പോൾ അത് പാനിക്കായി അപ്പോഴൊക്കെ എടുത്തിയാൽ നഗരസഭാ ചെയർപേഴ്സണും അതേപോലെ തന്നെ സെക്രട്ടറി അതിനായിരുന്നു ചെയ്തു. സെക്രട്ടറി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അവർക്ക് വേറെ സ്ഥലത്ത് ജോലി കിട്ടിയ ഒരു മാറ്റം വാങ്ങി പോകുന്നതാണ്. പക്ഷെ അവര് വസ്തുത അവരും കൂടി ഉൾപ്പെട്ട അവരും കൂടി തന്ന കടലാസിലെ കാര്യങ്ങളാണിത്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കാങ്കപ്പുഴ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഭാരതപ്പുഴയ്ക്കു കുറുകെ തൃത്താല, കോട്ടയ്ക്കൽ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്ന കാങ്കപ്പുഴ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച് ഉന്നതതല യോഗം ചേർന്നു. കോട്ടയ്ക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ, കുറ്റിപ്പുറം, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കിഫ്ബി ഉദ്യോഗസ്ഥർ, ലാൻഡ് റവന്യൂ തഹസീൽദാർ, നിർമ്മാണ നിർവഹണ ഏജൻസിയായ KIDC കരാറുകാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പാലത്തിന്റെ 90% പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും അപ്രോച്ച് റോഡുകളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 2018 കേന്ദ്ര നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുവാനും തീരുമാനിച്ചു. 2025 മെയ് മാസം 31 നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സജ്ജമാക്കുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി. കുറ്റിപ്പുറം പഞ്ചായത്തിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കുടുംബങ്ങൾ ചില ആശങ്കകൾ അറിയിച്ചതിനെ തുടർന്ന്
ആ ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ വീതി 3.30 മീറ്ററാക്കാനും തീരുമാനമായി. 600 മീറ്ററോളം നീളമുള്ള പാലത്തിന്റെ കുറ്റിപ്പുറം ഭാഗത്തെ തൂണുകൾക്ക് മുകളിലെ സ്ലാബിന്റെ കോൺക്രീറ്റിംഗ് ഈ ആഴ്ച പൂർത്തിയാകും. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമടക്കം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് കരാർ കമ്പനിയുടെ നീക്കം. പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണവും റെഗുലേറ്റർ നിയന്ത്രിക്കുന്നതിനുള്ള മോട്ടോർ, ഷട്ടർ എന്നിവ സ്ഥാപിക്കുന്ന ജോലികളും അവസാനഘട്ടത്തിലാണ്. ജലസംഭരണത്തിനായി പുഴയുടെ ഇരുഭാഗത്തും കോൺക്രീറ്റ് ഭിത്തിക്കുള്ള ജോലികൾ ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും. ഇവിടെ പുഴയിൽ വെള്ളം കെട്ടി നിർത്തുന്നത് കാർഷിക ശ്രമങ്ങളേറെയുള്ള ആനക്കര, കപ്പൂർ, പട്ടിത്തറ, കുറ്റിപ്പുറം, ഇരുമ്പിളിയം, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കുമ്പിടി കുറ്റിപ്പുറം യാത്രാ ദൂരം 10 കിലോമീറ്ററിൽ നിന്നും 3 കിലോമീറ്ററായി കുറയുമെന്നതും മേഖലയ്ക്ക് ഗുണകരമാകുന്നതാണ്. CCTV ന്യൂസ് തൃത്താല. സപ്ലൈകോ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില പൂർണ്ണമായും നൽകാത്ത ബാങ്ക് നടപടിക്കെതിരെ പ്രതിഷേധവുമായി കേരള കർഷക സംഘം മുതുതല SBIക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. U. അജയകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില SBI ബാങ്ക് പൂർണ്ണമായും നൽകിയില്ലെന്നും ഇത് ഉടൻ നൽകണമെന്നും ആവശ്യപ്പെടാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മുതുതല പരുതൂർ പഞ്ചായത്തിലെ കർഷകർ മുതുതല SBIക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. കർഷക സംഘം ഏരിയ സെക്രട്ടറി U. അജയകുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘത്തിന്റെ ഏരിയ പ്രസിഡന്റും സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതുപോലെ ഇവിടുത്തെ സെക്രട്ടറി മണിമാഷും ഇവരുമായി സംസാരിച്ചു. പക്ഷേ തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിട്ടുള്ളത്. ഇത് ഈ SBI മാത്രമല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ പൊതുവെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല ഇതിലുള്ളത്. കനറ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരുത്തരവാദപരമായ ധിക്കാരപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു പോരുന്നത്. അത് നമ്മുടെ ഏരിയയിൽ നോക്കുമ്പോൾ പട്ടാമ്പി SBI, ഓങ്ങല്ലൂർ SBI, കൊപ്പം SBI, മുതൽ SBI ഏറ്റവും അധികം കുടിശ്ശികയുള്ളത്, കൊടുക്കാൻ ബാക്കിയുള്ളത് ഈ ബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു സമരം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഇതിന്റെ മുന്നിൽ ഒരു ചെറിയ സമരം എന്ന രീതിയിൽ ഇന്ന് ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് ഹരിനാരായണൻ അധ്യക്ഷനായിരുന്നു. ഗോപാലകൃഷ്ണൻ, P. വിജയകുമാർ, M. ശങ്കരൻകുട്ടി, C. നീലകണ്ഠൻ, K. മുരളി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആനുകൂല്യം പിടിച്ചു വെക്കാൻ സ്റ്റേറ്റ് ബാങ്കിൻ ധിക്കാരം, അനുവദിക്കുകയില്ല ഞങ്ങൾ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2022-24 വർഷത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. വൈകിട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO K. സതീഷ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു. ബാച്ചിലെ 44 വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരന്നു. SPC ഷൊർണൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ PK സുരേഷ് കുട്ടികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. HM ഇൻചാർജ് ഷീന, PTA പ്രസിഡന്റ് രജീഷ് കുമാർ, DI മുഹമ്മദ് ഷഫീഖ്, CPO അനൂജ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.